നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മുടെ വസ്ത്രയുടെ കുറച്ച് കോഡ് സെറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വസ്ത്രയിലത്തേക്ക് വേണ്ടിയിട്ട് കോഡ് സെറ്റും 3 പീസ് സെറ്റും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പോയി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ അധികം, പിന്നെ നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഡീലേഴ്സ് ആയതുകൊണ്ട് ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ്. എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം സാരി വാങ്ങിച്ച പോലെ സാരി നല്ല സാരി അല്ലായിരുന്നോ, ഒരുപാട് എൻക്വയറീസ് വന്നു. അതുപോലെ ഞാൻ ഇപ്പോൾ കോഡ് സെറ്റും ഓർഡർ ചെയ്തു. നമ്മൾ വാങ്ങിയ സാരികളാണെങ്കിൽ വീണ്ടും വീണ്ടും വാങ്ങുന്നതിൽ എനിക്ക് കുഴപ്പമില്ല, കാരണം നമുക്ക് മെറ്റീരിയൽ അറിയാമല്ലോ. ഇത് പുതിയത് വാങ്ങുമ്പോൾ ഒരു ഡൗട്ടാണ്. അതുകൊണ്ട് വളരെ കുറച്ച് വാങ്ങിയത് ഓക്കെ ആണെന്ന് കണ്ടാലേ വീണ്ടും വാങ്ങത്തുള്ളൂ. കുറച്ച് ദിവസമായി ഓർഡർ ചെയ്തിട്ട്, വരാൻ കുറേ ദിവസം എടുത്തു. പൊങ്കാലയ്ക്കൊക്കെ വേണമെങ്കിലേ അതിന് വേണ്ടിയിട്ട് കണക്കാക്കിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ വരാൻ കുറച്ച് ഡിലേ ആയി. യെസ്, ഓപ്പൺ ചെയ്തു. സൂക്ഷിച്ച് ഓപ്പൺ ചെയ്തില്ല, ഞാൻ പറഞ്ഞില്ലേ കട്ടായി പോകും തുണി. നല്ല നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ. കൊള്ളാമല്ലോ, എനിക്കിഷ്ടപ്പെട്ട കളർ. അതാ പെട്ടെന്ന് ഞാൻ അതിൽ നിന്ന് തന്നെ എടുത്തത്. എവിടെ പൊട്ടിക്കണത്? വലിച്ച് കീറരുത്. അവിടെ ഉണ്ടല്ലേ. ഏതൊക്കെ സ്കൂളിൽ പോകാൻ റെഡിയായി നിന്നിട്ടാണ്. ഇത് ഇന്നലെ ഈവനിങ് വന്നതാട്ടോ. അപ്പം ഞാൻ പിന്നെ വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ കരുതി രാവിലെ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്തില്ല. ഏത് സ്കൂളിൽ റെഡിയാക്കിയ ഉടനെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഈ കളർ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് പെട്ടെന്ന് അതിൽ നിന്ന് ഓപ്പൺ ചെയ്തത്. കൊള്ളാമല്ലോ. ഞാൻ ജസ്റ്റ് ഫോട്ടോസ് മാത്രമേ കണ്ടുള്ളൂ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു. നമ്മൾ സ്ഥിരം വാങ്ങുന്നതുണ്ട്, ഞാൻ പറഞ്ഞില്ലേ നമുക്ക്. അടിപൊളി. അപ്പോൾ ഇത് ഞാനിപ്പോൾ തന്നെ ഇടുമ്പോൾ വേണമെങ്കിൽ വാങ്ങിച്ചോളൂ. പിന്നീടായ സംഭവം തീരും കേട്ടോ, പെട്ടെന്ന് തീരും. കോഡ് സെറ്റൊക്കെ ഭയങ്കര ഇതാണ്. എൻ്റെ ചെരുപ്പ് നിങ്ങൾ കാര്യമാക്കണ്ടേ. നല്ല ഒരു റസ്റ്റ് ഓറഞ്ച് വിത്ത് ക്രീം കളർ, ക്രീം ഓഫ് വൈറ്റ് അല്ലേ, ഓഫ് വൈറ്റും സെയിം കളർ പാൻസും. കളർ സൂപ്പർ. അടുത്തതും എനിക്കിഷ്ടപ്പെട്ട കളർ. എവിടെ സിസ്റ്റേഴ്സ് എവിടെയാ? എനിക്കിഷ്ടപ്പെട്ട കളേഴ്സിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാ കളേഴ്സും എൻ്റെ ഇഷ്ടം. എപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ആകുമ്പോൾ അവിടെ ചെന്ന് കണ്ടെടുക്കുമ്പോൾ അല്ലല്ലോ, നമ്മൾ ഫോട്ടോയിലുള്ള ഭംഗി ചിലപ്പോൾ വരുമ്പോൾ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടൊരു പേടിയായിരുന്നു. പക്ഷെ നൈസ്. എല്ലാം കോട്ടനാണ് കേട്ടോ. നല്ല മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് കോട്ടൺ. ഇടാനൊക്കെ നല്ല സുഖമുള്ള മെറ്റീരിയൽ. അടിപൊളിക്കുള്ള. വാവ്, നൈസ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കേട്ടോ. അതിൻ്റെ പാൻസ് ഇതാണേ. ഇതെന്ത് ഷെയ്ഡ്? ലാവൻഡർ ഷെയ്ഡ്. ഇതെല്ലാം ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇനി മടക്കി വെക്കാനാണ് പാട്. ഇതിൻ്റെ എം സൈസ് എടുത്തിരുന്നെങ്കിൽ, എം അല്ലെങ്കിൽ ലാർജ് എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇട്ടെങ്കിലും കാണിക്കാമായിരുന്നു. എല്ലാം കൂടെ ഓപ്പൺ ആക്കണ്ടായിരുന്നു. അടുത്തതും ഇതിൻ്റെ തന്നെ സെയിം ആട്ടോ. ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ കാണിച്ച ലാവൻഡറിൻ്റെ വേറൊരു കളർ ഷെയ്ഡാണേ. വെറുതെ എന്തിനാ ഓപ്പൺ ചെയ്യണേ? ടർക്കോയിഷ് ബ്ലൂ. ഓക്കെ, ഇത് അതിൻ്റെ തന്നെ. ഇത് കളർ ചാണകപ്പച്ച. പണ്ടൊക്കെ നമ്മൾ പറയുന്ന കളർ ചാണകപ്പച്ച. അതിൻ്റെ തന്നെ സെയിം കളർ കേട്ടോ. അതിൻ്റെ ഒരു ബേബി പിങ്ക്, പേസ്റ്റൽ പിങ്ക് ഒരു കളറാണ്. ഞാൻ വെളിയിൽ വെച്ചെടുക്കുന്നത്, അപ്പോഴേ നമുക്ക് കളർ കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. അടുത്തത് ഇത് ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ എപ്പോഴും വസ്ത്രയിൽ ഭയങ്കര ഡിമാൻഡാണ്. അതുകൊണ്ട് എടുത്തൊരു കോഡ് സെറ്റേ. ഇതെല്ലാം പോണ്ട, കാണിച്ചതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കുള്ളൂ. അവിടെ ഇരിക്കട്ടെ. നമുക്ക് അവസാനം ഒന്ന് ഭംഗി കാണിക്കണ്ടേ. വാ, കൊള്ളാം. ഇതും ഒരു സോഫ്റ്റ് കോട്ടൺ മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഈ ഒരു കളർ കോമ്പിനേഷന് നല്ല ഡിമാൻഡാണ്. അതുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. മെറ്റീരിയലല്ല, കോഡ് സെറ്റ്. ഇതിൻ്റെ 3 പീസും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതാണെന്ന് തോന്നുന്നു. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റസ്റ്റ് ഓറഞ്ചും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതെടുത്തില്ല. ഞാൻ ഈ ഒരു പീസ് മാത്രമേ എടുത്തുള്ളൂ. കാരണം എനിക്ക് ഫോട്ടോയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് വരുമ്പോൾ ഇനി എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് വേണമെങ്കിൽ പിന്നീട് ഓർഡർ ചെയ്യാമെന്ന് കരുതി. റസ്റ്റ് ഓറഞ്ച് ഫസ്റ്റ് ഒരു ട്രയൽ നോക്കാമെന്ന് കരുതി. ഇതൊരു എലിഫൻറ്റിൻ്റെ റെഡ് വർക്കിലൊക്കെ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ പീസാണേ.
എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനം. ഫോട്ടോയിൽ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായേ. അടിപൊളി അല്ലേ? കൊള്ളാമോ? ഒരു എ ലൈൻ ടോപ്പാണ്. സ്ലിറ്റൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു എലിഫൻറ്റിൻ്റെ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. പോക്കറ്റ് ഉണ്ട്. പോക്കറ്റിലും ആ എലിഫൻറ്റിൻ്റെ ഒരു ത്രെഡ് വർക്ക് എല്ലാം വരുന്നുണ്ട്. 2 സൈഡിൽ പോക്കറ്റ്. ആ സെയിം കളർ തന്നെ ഒരു ക്രീം കളറാട്ടോ പാൻസും വരുന്നുണ്ട്. നൈസായിട്ടുണ്ട് ഇത്. അടുത്ത് വന്നത് 3 പീസാണേ. 3 പീസ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 പീസ്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായി ഓർഡർ ചെയ്തിട്ട്, പക്ഷെ അത് വരാൻ കുറച്ച് ഡിലേ ആയി. 3 പീസാണ്. പിങ്ക് കളർ. ഇതതിൻ്റെ ഷോളാട്ടോ. എല്ലാവരും ഓഫീസിലൊക്കെ പോകാൻ റെഡിയാവുന്ന ബഹളം. ഇത് ഷോള്, ഇതതിൻ്റെ പാൻസ്. നിവർത്തി തരാറുണ്ടടി. ഇതതിൻ്റെ ടോപ്പ്. ഇങ്ങനെ വരും. ഷോൾ അവിടെ ഒരു ചെറിയൊരു മിറർ വർക്കൊക്കെ വരുന്ന. അയ്യോ എൻ്റെ പാൻസ് പോയി. ഇങ്ങനെ വരും. ഷോള്, പാൻസ് ആൻഡ് ടോപ്പ്, ഒരു കുഞ്ഞ് മിറർ വർക്കൊക്കെ വരുന്ന ഒരു സംഭവം. കൊള്ളാം കേട്ടോ. ഇതെല്ലാം ഞാൻ വേറെ ഇത് കാണിക്കാം അതിന് മുന്നേ. കാരണം ഇങ്ങനെയൊക്കെ വീഡിയോസ് ഇടുമ്പോൾ ദൈവം സഹായിച്ച് നമ്മുടെ വസ്ത്രയില പ്രോഡക്റ്റുകളെല്ലാം വളരെ പെട്ടെന്ന് പോകുന്നതുകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ഞാൻ ബാക്കി ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വസ്ത്രയിൽ പുതിയതായിട്ട് വന്ന കോട്ട് സെറ്റ് 3 പീസ് കളക്ഷൻ. 3 പീസ് ഞാൻ ഒരു പീസ് എടുത്തുള്ളൂ. എനിക്കധികം 3 പീസൊന്നും ഇഷ്ടമായില്ല. വിലയും കൂടുതൽ, 3 പീസ് അത്ര ഭംഗിയില്ല. അപ്പോൾ വില കൂടുമ്പോൾ നിങ്ങൾക്ക് എന്നോട് അവൾ ഇത്രയും വിലയിട്ട് കൊടുക്കുന്നു. അത് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ, എല്ലാവരും ചെയ്യുമ്പോഴൊന്നുമില്ല ഇത് പറയാം. അതുകൊണ്ട് പിന്നെ ഞാൻ 3 പീസ് അധികം എടുത്തില്ല. 2 പീസാണ് കൂടുതലും എടുത്തിട്ടുള്ള. വേണമെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. അങ്ങനെ വസ്ത്രയുടെ പെട്ടിയെല്ലാം പൊട്ടിച്ച് കുറേ കൊറിയറും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് തിരുമലയുള്ള യെല്ലോ ബ്ലാക്ക് ഫാമിലി സലൂണിൽ വന്നു. ഞാനിവിടുത്തെ ഒരു കസ്റ്റമറാണ് കേട്ടോ, സ്ഥിരം. അപ്പോൾ കുറേ ദിവസമായിട്ട് ആതിരെ വിളിക്കുകയാണ്, എന്തേ ഇപ്പോൾ കാണുന്നില്ല, വരാത്തെന്തേന്ന് ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടുന്നില്ല. ഞാനിന്നിപ്പോൾ ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് വന്നതാണ്. ഇത് കുറേ ദിവസം കൊണ്ട് കരുതുക കേട്ടോ. എൻ്റെ ബാക്കിൽ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇടുമ്പോൾ ജാക്കറ്റൊന്നും ഇടാതെ വെയിലത്ത് പോയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് അവിടെ ഫുൾ കരിവാളിച്ച് ടാനായിട്ട് പിഗ്മെൻറ്റേഷൻ പോലെ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആതിരയോട് പറഞ്ഞു, എനിക്ക് ഇതിനൊരു പരിഹാരം വേണം. കുറേ നാളായിട്ടുണ്ട്, ഞാനത് വലിയ കാര്യമാക്കില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫോട്ടോഷൂട്ട് ചെയ്തപ്പോഴേക്കും ആ ബ്ലൗസ് ഇട്ട ഫോട്ടോസിൻ്റെ ബാക്കിൽ ഫുൾ ഈ വൃത്തികേട് നന്നായിട്ട് കാണാം കേട്ടോ. അപ്പം അപ്പോഴാണ് നമുക്ക് ബാക്കിൽ കണ്ണില്ലല്ലോ. അപ്പോൾ ഏട്ടനൊക്കെ പറഞ്ഞത് എന്തോ വൃത്തികേട്, എല്ലാവരും പറഞ്ഞു ഭയങ്കര വൃത്തികേട്. ഞാനത് കാര്യമാക്കില്ല കേട്ടോ, അത് ചെറിയ കറുപ്പ് എന്തെങ്കിലും ആയിരിക്കുമെന്ന്. പക്ഷേ ആ ഫോട്ടോ കണ്ടപ്പോഴാണ് കറുപ്പ് ചെറുതല്ല വലുതാണെന്ന് മനസ്സിലായത്. അങ്ങനെ ഞാൻ ആതിരയോട് വന്ന് ഇതിനൊരു സൊല്യൂഷൻ ചെയ്ത് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആതിര പറഞ്ഞു, നമുക്ക് കാർബൺ പീൽ ചെയ്യാം, പക്ഷേ കറക്റ്റ് സിറ്റിങ്ങിന് വന്നാലേ കാര്യമുള്ളൂ, അല്ലാതെ വെറുതെ ഒരു പ്രാവശ്യം ചെയ്തിട്ട് പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് കാര്യമില്ല എന്ന് പറയും. കാരണം ഫേസിൽ ഒരിക്കൽ ഞാൻ കാർബൺ പീൽ ചെയ്തായിരുന്നു. പിന്നെ ആതിര വിളിക്കുന്നുണ്ട് കറക്റ്റ് സമയമാകുമ്പോൾ, അടുത്ത സിറ്റിങ്ങായി വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ ഞാനും പോയില്ല. അതുകൊണ്ടാണ് ആതിര എടുത്ത് പറഞ്ഞത്, കറക്റ്റ് എല്ലാ സിറ്റിങ്ങിലും വന്ന് അത് ക്ലിയർ ചെയ്താലും മാത്രമേ ഇത് ക്ലിയർ ആകത്തുള്ളൂ എന്ന് പറയാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്യാം കേട്ടോ. യെല്ലോ ബ്ലാക്ക് ഫാമിലി സലൂൺ എവിടെയാണെന്ന് വെച്ചാൽ തിരുമലയിൽ നിന്ന് പേയാട് പോകുമ്പോൾ കുശങ്കോട് അമ്പലം കഴിഞ്ഞ് ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ, തിരുമലയിൽ നിന്ന് പേയാട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുശങ്കോട് അമ്പലം കഴിഞ്ഞിട്ട് ഒരു കാനറ ബാങ്കൊക്കെ ഉണ്ട്. ആ ബിൽഡിങ്ങിനകത്താണ് ഈ യെല്ലോ ബ്ലാക്ക് ഫാമിലി സലൂൺ എന്ന് പറയുന്നത്. ഭയങ്കര നല്ല സർവീസാണ് ഇവരുടേത്. സർവീസിനുപരി നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഓരോ സർവീസും നല്ല അഫോർഡബിൾ റേറ്റിലാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് ഓഫേഴ്സൊക്കെ റൺ ചെയ്യുന്നുണ്ട്. ഹെയർ സ്പാ ഒക്കെ 599 മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട്, അത് മാത്രമല്ല ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പോവുക, ഓഫേഴ്സൊക്കെ എന്താണെന്നുള്ള അറിയുക, ചോദിച്ച് വാങ്ങുക. ചോദിച്ചില്ലെങ്കിൽ അവർ ഓഫർ തരും കേട്ടോ, എങ്കിലും ചോദിച്ച് വാങ്ങുക. ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് വന്നതെന്ന് പറയുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിന് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ഡാൻഡ്രഫ് ഹെയർ സ്പാ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയൊരു സാധനം കേട്ടോ.
അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നെന്നും അതിൽ പറഞ്ഞു. അപ്പോൾ വേദയുടെ തലയിൽ ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മൺഡേ വേദയും കൊണ്ടുവരാൻ, എനിക്കൊന്ന് വേദയ്ക്ക് ഡാൻഡ്രഫിൻ്റെ ഒരു ഇത് ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വരണം, കറക്റ്റ് വരണം, മൺഡേ വരുമോ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം ശ്രമിക്കാം. എപ്പോഴും പല തിരക്കുകൾ കാരണം വരാൻ പറ്റാത്തതാട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലോ, ത്രെഡ് ചെയ്യുന്നത് പോലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ്. എനിക്ക് ഒന്നാമത് മടിയും പിന്നെ സമയമൊന്നും കിട്ടാറില്ല. ഞാനിങ്ങനെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് സമയം അധികം കളയുന്ന ഒരാളല്ല. നമുക്കുള്ളതിനെയൊക്കെ കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോവുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് മിനിങ്ങും അത്ര തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ യെല്ലോ ബ്ലാക്ക് ഫാമിലി സലൂണിൽ പോവുക. അങ്ങനെ 1 മണിക്കൂറത്തെ പ്രൊസീജിയർ കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞു. ദയവേത് വെയിൽ കൊള്ളരുത് എന്ന് അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 15 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞ്. എന്നിട്ട് വീട്ടിലെല്ലാം പോയി അവിടെ കുറേ വസ്ത്രയുടെ ഒരു വീഡിയോ ഒക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് വേദയെ ട്യൂഷന് വിട്ടിട്ട് ഞാൻ നെട്ടയത്ത് പോവാണ്. പോകുന്ന വഴിക്ക് ഇവിടെ വട്ടിയൂർക്കാവ് പള്ളിയിൽ നല്ല നൊയമ്പ് കഞ്ഞി കിട്ടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേദ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും ഞാനിവിടെ വന്ന് ഏട്ടനെ കൊണ്ട് വാങ്ങിപ്പിച്ച് കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്താ അൻവർ കിണ്ണത്തപ്പം വെച്ചുകൊണ്ട് നിൽക്കുന്നു. 110 രൂപ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ വില. സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിയില്ല, പക്ഷേ എനിക്ക് അൻവറിനെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. നിങ്ങൾക്ക് നല്ല ഹോം മെയ്ഡായിട്ടുള്ള കിണ്ണത്തപ്പം വേണമെങ്കിൽ അൻവറിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. എനിക്കെന്തോ അൻവറോട് സംസാരിച്ചപ്പോൾ ഒരു പരിചയമില്ല കേട്ടോ. ഞാൻ അവിടെ ഇങ്ങനെ കഞ്ഞി 4:30 ആയപ്പോൾ കൊടുക്കുന്നു, 4:30 ആയപ്പോൾ ഞാൻ എത്തി, 5 മണിക്കേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നിന്നപ്പോൾ അൻവർ അവിടെ കിണ്ണത്തപ്പം വിൽക്കാനായിട്ട് വന്നു. അങ്ങനെ സംസാരിച്ച് നിന്നപ്പോൾ എനിക്കെന്തോ വീഡിയോ എടുക്കണമെന്ന് തോന്നി. ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ ഒന്നിരാടം ഒരിക്കൽ വട്ടിയൂർക്കാവ് പള്ളിയിലും പിന്നെ വെള്ളയമ്പലത്തുള്ള പള്ളിയിലും അൻവർ ഉണ്ടാവും. കരമനയാണ് വീട്. കരമന നിറയെ പള്ളികളുണ്ട്. അപ്പോൾ ഞാൻ കേട്ട് എന്താ അവിടെ നിർത്താത്തത്, അവിടെ നിറച്ച് കിണ്ണത്തപ്പമാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ശല്യം ആവണ്ടെന്ന് എഴുതി. ഇവിടെ ആകുമ്പോൾ ആരും ഇല്ലല്ലോ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നിന്ന് കുറേ കാര്യമൊക്കെ സംസാരിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ബഹുമാനമൊക്കെ തോന്നി. കാരണം ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ടല്ലോ അല്ലേ, പല തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തി ജീവിക്കുന്നതിനെ കാട്ടി ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിൽ എന്താ ഒരു അന്തസ്സല്ലേ. എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയതുകൊണ്ട് അൻവറിന് നിങ്ങൾക്ക് കിണ്ണത്തപ്പൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. 110 രൂപയാണ്. പക്ഷേ ഞാൻ 5 മണിയായപ്പോൾ കഞ്ഞിയെല്ലാം കിട്ടി. കഞ്ഞിയൊക്കെ വാങ്ങി നെട്ടയത്ത് വന്നപ്പോഴാണ് ഓർത്തത് എന്തുകൊണ്ട് ഞാൻ അൻവറിൻ്റെ കയ്യിൽ നിന്നൊരു കിണ്ണത്തപ്പം വാങ്ങിയില്ല എന്നുള്ളത്. ഇവിടെ പിന്നെ ആർക്കും ഇഷ്ടമല്ല. ചീമയ്ക്ക് ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ചീമ അത് കഴിക്കാറില്ല. വേദയും ഇഷ്ടമായിരുന്നു, ഇപ്പോൾ കഴിക്കാറില്ല. അതുകൊണ്ട് വേസ്റ്റായി പോകുന്ന ഇതിനെ ഞാൻ വാങ്ങാത്തതെങ്കിലും പാവം അൻവറിനൊന്ന് സഹായിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരെണ്ണം വാങ്ങാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. എന്തായാലും ശരി, അൻവറിൻ്റെ നിന്ന് കിണ്ണത്തപ്പൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചോളാം കേട്ടോ. ഓക്കെ, ഒന്നിരാടെ ഒരുക്കം വട്ടിയൂർക്കാവ് പള്ളിയിൽ എവിടെയും കാണും, പിന്നെ വെള്ളാമ്പലത്തും ഉണ്ടാവും. എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ശരി. ഞാൻ എന്നിട്ട് നെട്ടയത്ത് വന്നപ്പോൾ ചീമയ്ക്ക് കഞ്ഞിയും വേണ്ട ഒന്നും വേണ്ട, ചീമയ്ക്ക് കുടിക്കട്ടെ എന്ന രീതിയാണ്. 4:30 മണിക്ക് ചെന്ന് അവിടെ വെയിലത്ത് നിന്ന് 5 മണിയായപ്പോൾ ഞാൻ കഞ്ഞിയും വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ അവൾക്ക് വേണ്ടാന്ന്. പിന്നെ കുറച്ച് പൊങ്കാലയൊക്കെ കിട്ടിയായിരുന്നു. പൊങ്കാല പ്രസാദവും നോയമ്പ് കഞ്ഞിയും എല്ലാം കുടിച്ചു. മതസൗഹാർദ്ദത, ആർക്കും ഒരു വിഷമം എഴുതി മുസ്ലിം പള്ളിയിലെ കഞ്ഞിയും അമ്പലത്തിലെ പൊങ്കാലയും ഒക്കെ കുടിച്ചു കേട്ടോ. അല്ലെന്ന് നമുക്കൊരു വിഷമവുമില്ല. നമ്മൾ കുടിക്കുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും. ബീഫും കഴിക്കും, ചിക്കനും കഴിക്കും, നമ്മൾ കടിക്കാത്ത എന്തും കഴിക്കും കേട്ടോ. എന്നിട്ട് ഇതേ വന്ന് വസ്ത്രയുടെ പിറകിൽ വീണ്ടും വന്നു. ഞാൻ മറ്റേ കോഡ് സെറ്റിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മെസ്സേജുകളുടെ ഒരു കളിയായിരുന്നു കേട്ടോ. സത്യം ഞാൻ താമസിക്കാതെ തന്നെ അടുത്ത് കിടപ്പിലാവും എന്നാണ് തോന്നുന്നത്. എനിക്ക് നിൽക്കാനും ഇരിക്കാനും സമയം കിട്ടുന്നില്ല. 5-6 സാരി 5-6 കോഡ് സെറ്റുകളാണ് വന്നത്. പക്ഷെ അതിന് വരുന്ന എൻക്വയറീസ് വളരെ വലുതാണ് കേട്ടോ. കുറേ പെട്ടെന്ന് തന്നെ സെയിലാവുന്നുണ്ടെങ്കിലും മെസ്സേജസ് വരുമ്പോൾ നമുക്കതിന് റിപ്ലൈ കൊടുക്കണമല്ലോ. അതിന് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ പണി പാളി നിൽക്കുകയാണ് സത്യമായിട്ട്. എനിക്ക് എൻ്റെ കണ്ണൊക്കെ തനിയെ ഇങ്ങനെ അടങ്ങി വരുന്നുണ്ട്. എന്നാണ് ഇനി അടുത്ത് ഞാൻ ഷെഡ് കയറുന്നതെന്ന് അറിയില്ല. എന്തായാലും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.